ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മസാല ചായയാണ്. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ചായല. ചായലയുടെയും പഞ്ചസാരയുടെയും അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കടുപ്പത്തിൻ്റെയും മധുരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു 3 കരയാമ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 2 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ എല്ലാം കൂടിയിട്ട് ഒന്നിട്ട് തിളപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതെല്ലാതും ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും 1 ഗ്ലാസ് പാലും പിന്നെ 2 ടീസ്പൂൺ ചായയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചായ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ചാലും ഇതിൻ്റെ ചായക്കറ ചായയിലേക്ക് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു കറ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനൊരു കപ്പിലേക്ക് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നല്ലപോലെ ഒന്ന് നമുക്ക് ആറ്റിയെടുക്കാം. പാൽ ചായ എപ്പോഴും 2-3 തവണ നന്നായിട്ടൊന്ന് ആറ്റിയെടുത്താൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ ഒന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോസ് എല്ലാതും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.